പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്പിരിച്വൽ മോഡ്സസിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം മുഴുവനും ഒരേപോലെ ഉച്ചരിക്കുന്ന ഒരു വാക്ക് എന്തെന്ന് ചോദിച്ചാൽ കൊറോണ അല്ലെങ്കിൽ COVID-19. ഈ COVID-19 വളരെ വേഗത്തിൽ ലോകത്തിൽ എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലും വേഗത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് COVID-19നെ കുറിച്ചുള്ള ഭയം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അതാത് ഗവൺമെന്റ്സ് അവരുടെ ആൾക്കാരോട് ക്വാറന്റൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ സെൽഫ് ഐസൊലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നു. പക്ഷെ അതേസമയം മനുഷ്യർക്കൊക്കെയും ഈ ഒരു കാര്യം ചെയ്യാൻ ഒരു മടി നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗം ഇത്രയും അധികം സ്പ്രെഡ് ആകാനും കാരണം. ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഈ ലോകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഹിസ്റ്റോറിയൻസ് പഠിപ്പിക്കുന്ന അനുസരിച്ച് 14ാം സെഞ്ചുറി BCയുടെയും 15ാം സെഞ്ചുറിയുടെ BCയുടെയും ഇടയ്ക്കായിട്ടാണ് ഇസ്രായേൽ മക്കൾ ഈജിപ്റ്റ് വിട്ട് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ട അവരുടെ ആ യാത്രയിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ലേവ്യ പുസ്തകം 13ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉള്ള ഒരു വ്യക്തി ക്വാറന്റൈൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുന്നു. 7 ദിവസത്തേന് അവൻ ഒറ്റയ്ക്ക് തനിയെ താമസിക്കണം. അത് മാത്രമല്ല, അവൻ പാളയത്തിന്റെ വെളിയിൽ താമസിക്കണം. മറ്റുള്ളവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും പാടില്ല. 7 ദിവസത്തിന് ശേഷം അവനെ പുരോഹിതൻ പരിശോധന ചെയ്യുമ്പോൾ അവൻ ഇപ്പോഴും ഇൻഫെക്ഷ്യസ് ആണെന്ന് കാണുവാണെങ്കിൽ ഒരു 7 ദിവസം കൂടുതൽ അവനെ വീണ്ടും ക്വാറന്റൈനിലേക്ക് വെക്കും. അങ്ങനെ ഒരു ടോട്ടൽ 14 ദിവസം ക്വാറന്റൈൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ക്വാറന്റൈനിന് ശേഷം അവൻ ഈ ഇൻഫെക്ഷനിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ അതിനുശേഷം ആ 13ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗ്യങ്ങളും 14ാമത്തെ അധ്യായം വായിക്കുമ്പോഴും അവിടെ എല്ലാം നമ്മൾ കാണുന്നത് വളരെ ക്ലിയർ ആയിട്ട് സാനിറ്റേഷൻ, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ കുളിക്കുന്നത്, വസ്ത്രങ്ങൾ എങ്ങനെ വാഷ് ചെയ്യണം, ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി തൊടുന്ന സാധനങ്ങൾ, വസ്ത്രങ്ങളാകട്ടെ സാധനങ്ങളാകട്ടെ, അതിനെല്ലാം മോഡേൺ വാക്കിൽ പറയുവാണെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന ഒരു സാനിറ്റേഷൻ ആണ് നമ്മൾ അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി തൊടുന്ന പാത്രങ്ങൾ കഴുകേണ്ടിയ വിധങ്ങൾ പറയുന്നു. അതായത് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പാത്രമാണെങ്കിൽ അത് കഴുകിയിട്ട് അതിനെ ഉടച്ചു കളയണം. കാരണം ഈ മണ്ണിനകത്ത് പോർസ് ഉണ്ട്. ഈ പോർസിനകത്ത് ബാക്ടീരിയയുടെയും ഫംഗസിന്റെ ഒക്കെ സ്പോർസ് കയറിയിരിക്കും. ഫംഗൽ ഹൈഫിയൊക്കെ വളർന്ന് അകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കഴുകിയിട്ട് കാര്യമില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം അതിനെ ഉടച്ച് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ആവർത്തന പുസ്തകം 23ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഒരു സാനിറ്റേഷൻ ദൈവം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്പേഴ്സ് 19ൽ ഒരു ഡെഡ് ബോഡിയെ ടച്ച് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ടച്ച് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ വാഷ് ചെയ്യണം, ആ വസ്ത്രങ്ങൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, അല്ലെ അങ്ങനെ ഒരു സാനിറ്റേഷന്റെ മെത്തേഡ് അവിടെ നമ്മൾ വായിക്കുന്നു. ഇന്നിപ്പോൾ സയൻസ് ഇത്രയും അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മൾക്കറിയാം ഡെഡ് ബോഡിയിലാണ് വളരെ വേഗത്തിൽ മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ആവുന്നത്. പക്ഷെ അന്നത്തെ ആൾക്കാർക്ക് ഇത് അറിയത്തില്ലായിരുന്നെങ്കിലും ദൈവം പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അവർ ഫോളോ ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്നത് ഈ AD 2020ൽ ജീവിക്കുന്ന ഈ മനുഷ്യർക്ക് അന്ന് ദൈവം പറഞ്ഞ ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്രയുമൊക്കെ നമുക്ക് ഇൻഫെക്ഷന്റെ പിന്നിലുള്ള കാരണങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ പോലും ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ ഒരു മടിയാണ് നമ്മൾ കാണിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഫുളിഷ്നെസ്സാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും, അത് പഴയ നിയമത്തിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അല്ലേ, പുതിയ നിയമത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ കവേർഡ് അല്ലേ, നമ്മൾക്കൊന്നും പറ്റത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറട്ടെ, ന്യൂ ടെസ്റ്റ്മെന്റിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിപ്പിൻ. കർത്താവ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനാ, അല്ലാതെ ഒരു ഇമോഷണലി എക്സൈറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ കർത്താവ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പാമ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? പാമ്പ് ഒരിക്കലും അതിൻ്റെ ആ പൊത്തിൽ നിന്ന് വെളിയിലിറങ്ങി പബ്ലിക്കിൽ 4 പേരുള്ളിടത്ത് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കത്തില്ല. അത് പറയത്തില്ല, ഓ നിങ്ങൾക്കാർക്കും എന്നെ തൊടാനൊക്കത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്രിയേഷനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മുന്നേ കൂടെ അതിങ്ങനെ നടക്കത്തില്ല. അത് വെളിയിൽ ഡേഞ്ചർ ഉണ്ടെന്ന് കാണുമ്പോൾ, സെൻസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പൊത്തിനകത്ത് ഐസൊലേറ്റഡ് ആയിട്ട് മാറിയിരിക്കും. ആ ഡേഞ്ചർ അവിടുന്ന് മാറി എന്നറിയുമ്പോഴേ അത് വെളിയിൽ ഇറങ്ങത്തുള്ളൂ. അതാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിപ്പിൻ. അതായത് പാമ്പിനും അതാണ് സേഫ്,
മറ്റുള്ളവരുടെയും സേഫ്റ്റിക്ക് അത് തന്നെയാണ് നല്ലത്. ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് നമ്മളോട് ഇത് പറയുമ്പോൾ നമ്മളത് ഫോളോ ചെയ്തിരിക്കണം. റോമാലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് നമ്മൾ നമ്മളുടെ അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണം. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന ഏതൊരു ഗവൺമെന്റിനെയും സ്ഥാപിച്ചു വെക്കുന്നത് ആരാ? ദൈവമാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ മറ്റുള്ളവർ കാണുമ്പോൾ ഇവള് ബുദ്ധിയുള്ള ഒരു മണവാട്ടിയാണല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ആരും നമ്മളെക്കുറിച്ച് ഒരു ദോഷം പറയാൻ നമ്മൾ ഇട കൊടുക്കരുത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് ഏതാ? ദ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഗിഫ്റ്റ് ഓഫ് പ്രോഫസി, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ് എല്ലാം. ക്രിസ്തുവിന്റെ മണവാട്ടി ആയിരിക്കുന്ന ദൈവസഭയ്ക്ക് ഏറ്റവും ആദ്യം ഡിസ്പ്ലേ ചെയ്യേണ്ടിയ നമ്മളുടെ ക്വാളിറ്റി ബുദ്ധിയാണ്, വിസ്ഡം. വിവേകത്തോടുകൂടി വേണം നമ്മൾ പെരുമാറുവാൻ. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഇവളൊരു ബുദ്ധി ഇല്ലാത്ത ഒരു മണവാട്ടിയാണെന്ന് ഒരിക്കലും പറയാൻ നമ്മൾ ഇട കൊടുക്കരുത്. അതേസമയം കൊലോസ്യ ലേഖത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു നമ്മളുടെ തലയും നമ്മൾ ക്രിസ്തുവിന്റെ ശരീരവുമാകുന്നു, സഭ. അങ്ങനെയെങ്കിൽ ഈ ഒരു അവസരത്തിൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ കൈകളും കാലുകളുമായിട്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ആർക്കെങ്കിലും ഐസൊലേഷനിലാണെങ്കിൽ, ക്വാറന്റൈനിലാണെങ്കിൽ അവർക്ക് വേണ്ടിയ സാധനങ്ങൾ, 2 ആഴ്ചത്തേനുള്ള അവരുടെ ഗ്രോസറീസ് അല്ലെ മരുന്നുകൾ, അവർക്ക് വേണ്ടിയ വീട്ടിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി അവരുടെ വീടിന്റെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടു കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. നമ്മൾ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഇതെല്ലാം ഈ സഭയ്ക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. അത് മാത്രമല്ല, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ. നമുക്ക് കർത്താവിന്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.